ഹലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ദോശയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളൊക്കെ മദ്രസയ്ക്ക് പോയതിന് ശേഷം ആദ്യം തന്നെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ തീ പൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കാണ് കേട്ടോ. നേരെ വൈകിയ ദിവസമൊന്നും അടുപ്പത്ത് ദോശ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റൗവിൽ തന്നെയാണ് ഉണ്ടാക്കൽ. ഇന്ന് പിന്നെ അത്യാവശ്യം ടൈമുണ്ട്. കാരണം അവർ മദ്രസയിൽ പോയ അപ്പം തന്നെ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിൽ തീ കത്തിച്ച് തീയൊക്കെ പിടിച്ച് വരണമെങ്കിൽ തന്നെ അത്യാവശ്യം ടൈം എടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കറികളായിട്ട് ഇതാ കൊള്ളി ഉണ്ടായിരുന്നു. കൊള്ളി പുഴുക്ക് ഉണ്ടാക്കുമല്ലോ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ട്. കൊള്ളി വേവിച്ചതിൻ്റെ ശേഷം തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ കറിയാണ്. ചെമ്മീനൊക്കെ പിന്നെ വലട്ടിട്ട് തരേണ്ടി വരും കേട്ടോ. അപ്പോൾ കുറച്ചാണല്ലോ, അപ്പോൾ അത് ചൂടാക്കി വെച്ചാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് കൊള്ളിയും മീൻ കറിയും കഴിക്കുക, അല്ലാത്തവർക്ക് ദോശയും മീൻ കറിയും കഴിക്കുക. രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ തട്ടിക്കൂട്ടൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. എന്നിപ്പോൾ ഒരേപോലെ നല്ല അടിപൊളിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തായാലും കുഴപ്പമില്ല കേട്ടോ. മെയിനായിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇവിടുത്തെ ദേശീയ ഭക്ഷണം ദോശയാണ് കേട്ടോ. ദോശയിലേക്ക് പിന്നെ എന്ത് കറിയായാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ദോശ ഇത് ഉണ്ടാക്കൽ ഏകദേശം പകുതിയായപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടാണ് മദ്രസയിൽ നിന്ന്. അവർക്ക് പിന്നെ 7:30 വരെ ഉള്ളൂ സ്കൂളിലെ ദിവസമൊക്കെ. അപ്പോൾ പിന്നെ വേഗം തന്നെ അവരെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂളിലെ ദിവസമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ക്യാമറ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് പിന്നെ ഈ ഒരു ഏരിയ മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ കുട്ടികളെന്താ ചെയ്യണമെന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ പിന്നാലെ നടക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദോശയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് വേഗം തന്നെ അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ അതവിടെ കിടന്ന് തിളച്ചോളൂല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെ ഒരുക്കലും പിടിക്കലും അവർക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്ക് ഞാനിതാ 2 ദോശ എടുത്തിട്ടുണ്ട്, കുറച്ച് കൊള്ളിയും മീൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇക്ക മീൻ കൊടുന്നത്. അപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് മത്തിയും പിന്നെ ചൂടാന്ന് പറയും, ചൂടപ്പൊടി എന്നൊക്കെ പറയും, ചിലർ നത്തോലി എന്നും പറയും, ആ ചെറിയ മീൻ കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലത്തെ ചൂടപ്പൊടി മാത്രം പുറത്ത് വെച്ചിട്ട് മത്തി ഞാൻ അങ്ങനെ നേരെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ പെട്ടെന്നൊരു ബോധോദയം വന്ന് ഫ്രിഡ്ജൊന്നും കണ്ട് തുടച്ചാലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇന്നൊരു ഓർഡർ ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടി, ഉച്ചക്കല്ല വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്പഞ്ചൊന്നും ഞാൻ റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ ഇക്ക ഓൾറെഡി പുറത്ത് പോയിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ഞാൻ കളറും പിന്നെ റെഡ് വെൽവെറ്റ് ആയിരുന്നു ഓർഡർ ഉണ്ടായത്. അപ്പോൾ റെഡ് കളറില്ല. അപ്പോൾ ആ കളർ കിട്ടിയിട്ട് വേണം എനിക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റെഡ് കളറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നത്. വേറൊരു വഴിക്ക് പോയതായിരുന്നു. അപ്പോൾ വരെ വെറുതെ വേറെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും കിട്ടിയിട്ട് വേണമല്ലോ സ്പഞ്ചും കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് വെറുതെ ഇരിക്കണ്ട വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് മൊത്തത്തിലുണ്ട് വലിച്ചിട്ടു. അതുകൊണ്ട് തുടക്കാൻ നിന്ന്. അത് തുടക്കാൻ നിന്നപ്പോഴാണ് ഇക്ക വന്ന് പറയണത്. അത് എല്ലാം കഴിയാനായപ്പോൾ ഇക്ക വന്ന് പറയണത് കളർ ഞാൻ വാങ്ങിയിട്ടില്ല, ഇതൊന്ന് പോയി മേടിക്കൊക്കെ തീരെ വയ്യാന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ എന്തായാലും നിന്നതല്ലേ വിചാരിച്ചിട്ട് ഫുള്ളണ്ട് അവസാനിപ്പിച്ചു. പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിറങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ ക്രീമും കളറും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലെത്തി. നമുക്ക് പിന്നെ 6 മണി 6:30 ടൈമിലൊക്കെ കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു കേക്ക്. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ഞാൻ കുട്ടികളുടെ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ സ്പഞ്ച് ഉണ്ടാക്കലൊക്കെ നടക്കൂട്ടത്. ഇപ്പോൾ പിന്നെ അവർ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലാഗാക്കി ഇട്ട തന്നെയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ കളർ ഇല്ലല്ലോ. അപ്പോൾ കളറൊക്കെ മേടിച്ച് വന്നിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ സ്പഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി സ്റ്റാൻഡ് ബീറ്റിൽ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാജിക്കിൻ്റെ റെഡ് കളറാണ്. ഇത് നമുക്ക് ഒഴിക്കുമ്പോൾ എത്ര ഒഴിച്ചാലും ഒരു പിങ്കിഷ് കളറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അത് സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് കറക്റ്റ് ബേക്കായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു റെഡ് കളർ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കും കുറേ പ്രാവശ്യം അബദ്ധമൊക്കെ പറ്റലുണ്ട് കേട്ടോ. ഞാനും ഇതെന്താ ഇത്ര കളർ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതലൊക്കെ ഇടയ്ക്ക് ഒഴിക്കലുണ്ട്. പക്ഷേ ബേക്കായി വന്നാൽ ഭയങ്കര ഓവർ കളറായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ബ്രാൻഡ് മാറുന്തോറും പേടിയാണ്. ചിലപ്പോൾ ചില കളർ എത്ര ഒഴിച്ചാലും അധികം ഉണ്ടാവില്ല. ചിലർ കുറച്ച് ഒഴിച്ചാൽ തന്നെ നല്ല ബേക്കായിട്ട് വരും, നല്ല റെഡ് കളറാവും. അപ്പോൾ ഈ മാജിക് റെഡിൻ്റെ നല്ല കളറാണ് കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്യൽ. അങ്ങനെ അത് ബേക്കാക്കാൻ വെച്ചപ്പോൾ തന്നെ പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തതിൻ്റെ അല്ല ബീറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ അത് വേഗം സിങ്കിൽ കൊടുത്തിട്ടാ. പിന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പത്തിന് നമ്മുടെ കേക്ക് സ്പഞ്ചൊക്കെ റെഡിയായി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയതിൻ്റെ ശേഷമാണ് പിന്നെ ഐസിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 2 kg റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മുടെ അടുത്തേക്കുള്ള ഒരു ഓർഡർ തന്നെയായിരുന്നു. ഇതാണ് നമുക്ക് നല്ല ലേറ്റ് ആയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നത് കേട്ടോ. നമുക്ക് രാത്രി ഒരു 10:30 ടൈമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായി. പിന്നെ ആളെന്നെ പറഞ്ഞു വൈകിട്ട് മതി, കുറച്ച് ലേറ്റ് ആയിട്ടായാലും കുഴപ്പമില്ല, തിരക്കായിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു സമാധാനത്തിൽ പിന്നെ അങ്ങനെ കിടന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ തലേന്ന് തന്നെ അതൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് 2 ടയർ ആയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ടയർ നമ്മൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 7 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ. 2 ട്രിപ്പായിട്ട് 2 പാനിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് 5 ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും 2 പാനിലായിട്ട്. ആ 2 പാനിൽ ചെയ്യുമ്പോൾ സംഭവം ഇപ്പോൾ 1 kg ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 പാനിലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 ലെയർ അല്ലെങ്കിൽ അത്യാവശ്യം ലെയർ നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ.
ഒറ്റ ഇതിൽ ബേക്ക് ചെയ്താലും ചിലപ്പോൾ കറക്റ്റാണ് കിട്ടണമെന്നില്ല. അപ്പോൾ 2 പാനിലായിട്ട് ആകുമ്പോൾ അത്യാവശ്യം ലെയർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 kg അല്ലെങ്കിൽ ഹാഫ് kg ആയാലും പരമാവധി ആ 2 പാനിലായിട്ടാണ് പകുതി ആയിട്ടാണ് കേട്ടോ ബാറ്റർ ഒഴിക്കൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചൂടപ്പൊടി നന്നാക്കാൻ വേണ്ടി പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ക്രം കോട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ പിന്നെ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഊറ്റൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്കിലേക്കുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കസ്റ്റമർ ഒരു കാർട്ടൂൺ തീമിൽ അവഞ്ചേഴ്സിൻ്റെ തീമിലാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മീൻ നന്നാക്കലും കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര തലവേദനയായിട്ടാണ്. അപ്പോൾ എല്ലാ പണിയോടെ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു. കാരണം കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കിടന്നു കേട്ടോ. പിന്നെ എണീച്ചിട്ട് പിന്നെ ഒരു ഓട്ടം പാച്ചിലായിരുന്നു മൊത്തത്തിൽ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിക്കും തിരക്കിൽ തന്നെ ഒരു 3 മണിയാകുമ്പോഴത്തേനും എല്ലാ പണികളും കഴിച്ച് വേഗം കുളിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെയും കൂടി പുറത്ത് പോയിട്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേനും തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് നമുക്ക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പറഞ്ഞില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കിക്കാവിൽ കാണട്ടെ പോയത്. നമ്മൾ പിന്നെ ഫോട്ടോസൊക്കെ ഏത് തീമിലാണെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രിൻറ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അക്കിക്കാവിൽ തന്നെയാണ്. അവിടുന്ന് PSM ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ച് പോന്നപ്പോഴാണ് അവിടെ ഈ ബജ്ജൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. ഞങ്ങളാണ് ഈ കുട്ടികൾക്ക് ചായക്ക് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അവരാണ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും മേടിക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും ഫ്രഷ് ആയിട്ടുള്ള മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കാത്തു നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് മേടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും അങ്ങനെ എപ്പോഴും മേടിക്കില്ല കേട്ടോ. ഇതുപോലെ എങ്ങാനും ആ ടൈമിലൊക്കെ പുറത്തേക്ക് ഇറങ്ങണ ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ളൂ കേട്ടോ കുട്ടികൾക്ക്. പിന്നെ നമുക്ക് വേറൊരു ഫ്രെയിമും കൂടി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 കൂടി പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തെടുത്ത്. അങ്ങനെ അതൊക്കെ റാപ്പ് ചെയ്ത് റിബനൊക്കെ കെട്ടി ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള ഒരു കുട്ടി ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരത്ത് കൊടുത്തേ കഴിച്ച് പിന്നെ അങ്ങനെ വെച്ചുവിട്ടാ. പിന്നെ നമ്മൾ വന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു. അപ്പോൾ അതും ചായ ഒക്കെ കൂടിയിട്ട് ഞാനൊക്കെയും കൂടി കുടിച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഈ കട്ടിങ് പരിപാടികൾക്കൊക്കെ നിന്ന് അത്യാവശ്യം ഐറ്റംസ് ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നപ്പോൾ പിന്നെ അവർക്കും കൂടി ചായ എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേക്കിൻ്റെ ഫൈനലൈസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കുറേ കാർട്ടൂൺ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ അവഞ്ചേഴ്സിൻ്റെ. അപ്പോൾ പിന്നെ അത്യാവശ്യം ടൈം എടുക്കും അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫൈനലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറിൻ്റെ ഒരു ഡ്രോപ്പ് എങ്ങാനുണ്ടോ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഓഫ് വൈറ്റ് ഷെയ്ഡൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഡ്രോപ്പൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ക്രീം ഫുള്ള് യെല്ലോ കളർ ആവുള്ളൂ. നമുക്ക് ഇത്രയും ക്രീമുള്ള കാരണം ഒരു ഡ്രോപ്പ് ഒഴിച്ചത്. ഇനി കുറച്ച് ക്രീമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കളറിൻ്റെ ഒന്ന് പാലറ്റ് നൈഫോണ്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഓഫ് വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ അത് നല്ലോണം ഫിനിഷ് ആക്കി എടുക്കുകയാണ്. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുള്ള് ഫിനിഷ് ആക്കി എടുത്തിട്ട് ബാക്കിയെല്ലാം പ്രിൻറ്റും പിന്നെ ഫോക്സ് ബോൾസൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ 2 kg കേക്കൊക്കെ വരുമ്പോൾ ഡ്രം ബേസാണ് കേട്ടോ യൂസ് ചെയ്യാൻ ഒന്നുകൂടി നല്ലത്. ഞാൻ ഡ്രം ബേസാണ് യൂസ് ചെയ്യൽ. പിന്നെ ഇത് അടുത്തേക്കാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കേക്കാണ്. നമുക്കൊരു 5-6 വീട് അപ്പുറത്തേക്കാണ്. പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊന്നും വലിയ സീനില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനത്തെ ടൈമിലൊക്കെ 2 ബേസ് ഉണ്ടല്ലോ, കേക്കിൻ്റെ ബേസ് 2ഉം ഡബിൾ ടാപ്പ് വെച്ചിട്ട് സെൻറ്ററിൽ അങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബേസിന് കട്ടി കുറയുമ്പോഴാണ് കൂടുതലും ബേസും വന്ന് ഈ കേക്ക് ഇങ്ങനെ വഴിക്ക് പോണ പോലെ ഉണ്ടാവുക കേട്ടോ. കുറച്ചുണ്ട് നമ്മൾ സ്റ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വഴിക്ക് പോണ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാവും നമുക്ക് ബേസ് കനം കുറഞ്ഞാലും. പിന്നെ ക്രീം മെൽറ്റായാലും ഉണ്ടാവും കേട്ടോ. നമ്മൾ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം നമ്മൾ 2 ടയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്തേക്കുള്ള കേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ ചെയ്യൽ. അല്ല ലോങ്ങും കാര്യങ്ങളും അത്യാവശ്യം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ള കേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഡ്രം ബേസ് തന്നെ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ 2 kg മുതലാണ് ഡ്രം ബേസ് യൂസ് ചെയ്യുക. പിന്നെ 1.5 തന്നെ നമ്മുടെ ടോൾ കേക്കായിട്ട് നല്ല ഹെവി വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രം ബേസ് തന്നെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അധികം റിസ്ക് എടുക്കാറില്ല. നമുക്ക് 1.5 അത്ര വലിയ സംഭവമില്ല, എന്നാലും ഓവറായിട്ട് വർക്കും ഫോക്സ് ബോൾസ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതുപോലെ ഡെലിവറി കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡ്രം ബേസ് തന്നെ യൂസ് ചെയ്യും കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം പണി കിട്ടിയ കാരണം എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ബേസിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കൽ തുടങ്ങി. അതുവരെയൊക്കെ ബേസിൻ്റെ കാര്യം സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും എന്താ പറയുക ഒരു 3 kg അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ മാത്രം ഡ്രം ബേസൊക്കെ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം എനിക്കിതുപോലെ ടെൻഡർ കോക്കനട്ട് ആയിരുന്നു അത്. അതാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ സ്ലിപ്പായി പോണ ഒരു തരം കേക്കാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേക്ക് ഒരു പ്രാവശ്യം ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതിക്ക് എത്തിയിട്ട് ബേസുമെന്ന് നിരങ്ങി പോയിട്ടുണ്ടായിരുന്നു കേക്ക്. ഭയങ്കര സീനാട്ടോ, അതൊന്നും ആലോചിക്കാൻ തന്നെ വയ്യ. അപ്പോൾ അത് തിരിച്ച് വീട്ടിൽ കൊടുന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ കസ്റ്റമറിന് കൊണ്ടു കൊടുത്തിട്ട്, കാരണം അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉള്ള കാരണം ബേസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഇതാണ് കേട്ടോ. നമുക്ക് ആ കസ്റ്റമറിൻ്റെ കുട്ടിയുടെ ഒരു പ്രിൻറ്റും കൂടി നമ്മൾക്ക് മുകളിൽ വെക്കാണ്ടായിരുന്നു. കസ്റ്റമർ പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമർ വരും എന്ന് പറഞ്ഞപ്പോൾ വേഗം പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. അങ്ങനെ കസ്റ്റമർ വന്ന് നമ്മൾ കേക്കൊക്കെ കൊടുത്തയച്ചു. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുപോയി സമാധാനപരമായിട്ട് ഇപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കഴിക്കാനും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.